എല്ലാ പാലയിലും യക്ഷിയുണ്ട്. വേണം നിർബന്ധമൊന്നുമില്ല. ഉള്ളതങ്ങനെ തിരിച്ചറിയാം. യക്ഷി എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിഭാസമാണ്, എല്ലായിടത്തും ഉണ്ട്. ജലം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമുക്ക് പുഴ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഭയം പോകുന്നതോടുകൂടി എനിക്ക് ജ്ഞാനമുണ്ടാവും. ഈ ജ്ഞാനം ഉണ്ടാകുന്നതോടുകൂടി ഞാൻ എന്നെ അറിയുന്നു. ഞാൻ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നു. അവിടെ ആനന്ദം അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന എൻ്റെ ഭയങ്ങൾ പോകണം. ഒരു രഹസ്യം ചോദിക്കട്ടെ, എല്ലാ പാലയിലും ലക്ഷ്യമുണ്ടോ? എല്ലാ പാലയിലും യക്ഷിയുണ്ടോ? വേണം നിർബന്ധമൊന്നുമില്ല. ഉള്ളതങ്ങനെ തിരിച്ചറിയാം. തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. യക്ഷി എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിഭാസമാണ്, എല്ലായിടത്തും ഉണ്ട്. ജലം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമുക്ക് പുഴ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഇതിലുള്ള ജലാംശം നിങ്ങൾക്ക് അറിയില്ല. വാട്ടർ കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സയന്റിസ്റ്റ് വരണം. അതെ, ഈ തടിയിൽ ഇപ്പോൾ ജലാംശമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് എത്ര ഉണ്ട് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അത് എടുത്ത് ഹീറ്റാക്കി അതിൻ്റെ അകത്ത് ഡ്രൈ ആക്കി വെയിറ്റ് ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടിട്ട് ആ വെയിറ്റ് ഡിഫറൻസ് ഈസ് ദ മാസ് ഓഫ് ദ വെയിറ്റ് ഓഫ് ദ വാട്ടർ കണ്ടന്റ് ഇൻ ദാറ്റ് പീസ് ഓഫ് വുഡ് എന്ന് നമുക്ക് പറയാം. അതിനൊരു സയൻറ്റിസ്റ്റ് വരേണ്ടി വരും, അല്ലെങ്കിൽ അത് അറിയാവുന്ന ടെക്നോളജിസ്റ്റെങ്കിലും വരേണ്ടി വരും. അപ്പം ഇത് എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷേ അത് പ്രത്യേകമായിട്ട് തിരിച്ചറിയുന്നത് നമ്മൾ ഈ പറഞ്ഞ രൂപഭാവങ്ങളോടുകൂടി മാനിഫെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് എന്നനുസരിച്ചൊക്കെ ഒരു പക്ഷേ കണ്ടാൽ മനസ്സിലാകുമായിരിക്കും. പുഴ കണ്ടാൽ പുഴയാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇവിടുത്തെ വാട്ടർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്ന കസേരയിൽ ജലമുണ്ടോ? ഉണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. ഇതിൻ്റെ അത് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? ഇത്രയും ഗാഠമായിട്ടുള്ള ഈ വസ്തുവിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്പേസ് ആണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റും. ഇത് ഈ പീസ് ഈ ഒരു മാസ് ഇതിൻ്റെ ടോട്ടൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസിനകത്ത് ഏറ്റവും കൂടുതലുള്ള സ്പേസാണ്. ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളിലെ ആകാശമാണ് ഏറ്റവും കൂടുതൽ. സമ്മതിക്കാൻ പറ്റുമോ? നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. നമ്മൾ കാണുന്ന ആകാശം അനന്തമാണല്ലോ. അതല്ലെന്നേ ഞാൻ പറയുന്നത്. ഇത്രയുള്ള ഒരു ഇരുമ്പ് കഷ്ണം, അതിനകത്ത് ഞാൻ പറയുന്നു അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളത് പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ 90% ആകാശം, സ്പേസ് എന്ന തരത്തിൽ. ഓക്കെ, നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ആ ഇരുമ്പ് കഷ്ണം ഇല്ല, അത് കണങ്ങൾ മാത്രമാണല്ലോ. അതെ. എങ്ങനെയാ ഒരു ന്യൂക്ലിയസും അതെ അതിന് ചുറ്റും ഇലക്ട്രോൺസും അതിനകത്ത് മുഴുവൻ സ്പേസാണ് ഉള്ളത്. സ്പേസാണ് ഏറ്റവും 90% ഭാഗം. ഇപ്പോൾ തിരുമേനി പറയുന്നത് മുഴുവൻ ശാസ്ത്രമാണ്. ഇപ്പോൾ ഇതിൽ സിനിമയിൽ ഈ യക്ഷി ഉണ്ടെന്ന് പറഞ്ഞതാണോ, ഇതെല്ലാം സ്പേസ് ആണെന്ന് പറഞ്ഞതാണോ ശാസ്ത്രം? അതെ, അതാ പറഞ്ഞത്. ഇത് ഏത് നിലവാരത്തിൽ ഇപ്പം നമ്മൾ പറയുന്നത് രണ്ടും ശാസ്ത്രമാണ്. ശാസ്ത്രം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പം ഇത് ഒരു ഇരുമ്പിൻ്റെ കഷ്ണം വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ സ്പേസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിക്കും സാധാരണ ലോജിക്സിനും സമ്മതിക്കാൻ പറ്റാണ്ട് വരുന്നു എന്ന് പറയുന്ന പോലെയാണ് യക്ഷി എവിടെയുണ്ട് എന്ന് ചോദിച്ചാലുള്ള ഉത്തരം പറയുമ്പോഴും. യക്ഷി എവിടെയും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ, അറിയാൻ, അനുഭവിക്കാൻ പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് വേണ്ടി വരും, അഥവാ അതിനെപ്പറ്റിയുള്ള ജ്ഞാനം വേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായോ ശാരീരികമായോ ക്ഷീണിച്ചിരിക്കണം. ഈ ക്ഷീണത്തിലേക്ക് പോകണ ഊർജ്ജത്തിലുണ്ടെങ്കിൽ കാണാമല്ലോ. അല്ല, ചിലർക്കല്ലേ ഈ ലോകത്തോടെ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്നില്ലല്ലോ, ചിലരെയല്ലേ ബാധിക്കുന്നുള്ളൂ. ബാധിച്ചോളണം. അപ്പം ഇപ്പോഴൊക്കെ ഈ വേറൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഈ യക്ഷി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോമൺ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ മരിച്ചു പോയവരുടെ പ്രേതം എന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രേതം, ദുർമരണം സംഭവിച്ച സ്ത്രീകളുടെ പ്രേതമാണെന്നോ ആ മുൻവിധി വെച്ചിട്ടാണ് ഈ ചോദ്യം വരുന്നത് അല്ലേ? അങ്ങനെയാണ്. പാർവതി ദേവിയാണ് എന്ന് കരുതിയാൽ പ്രശ്നമില്ല. ഇല്ല, ദേവിയാണ്. തൊഴാൻ അനുഗ്രഹങ്ങൾ കിട്ടും. എത്രയോ തരത്തിലുള്ള യക്ഷികളുണ്ട്, എത്രയോ ലക്ഷം യക്ഷികളുണ്ട് എന്ന് വെച്ചാൽ മന്ത്രങ്ങളുണ്ട്, മന്ത്രമൂർത്തികൾ, അങ്ങനെ കാണാവുള്ളൂ കേട്ടോ. മന്ത്രങ്ങളുള്ളതുകൊണ്ട് മന്ത്രമൂർത്തികളുമുണ്ട്. എത്രയോ തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട്. അതിഗംഭീരമായിട്ടുള്ള ഫലങ്ങൾ തരുന്നതായിട്ടുള്ള യക്ഷിണി മന്ത്രങ്ങളുണ്ട്. 32 തരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനവധി. അതൊക്കെ ക്ഷിപ്രഫലങ്ങളാണ് അതിനൊക്കെ. നമ്മൾ ചില ഈ വാക്സിനേഷൻ പോലെയൊക്കെ ഇരിക്കും. നമ്മൾ ഒരുപാട് കാലം ഗുളിക കഴിക്കുന്നതിന് പകരം വാക്സിനേഷൻ ഇഞ്ചക്ഷൻ, ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലം തരില്ലേ? പ്രത്യേകിച്ച് പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടർമാരൊക്കെ പറയുന്നത് കേട്ടില്ലേ? ഇത് ഈ പാരസെറ്റമോൾ ഇങ്ങനെ ഗുളികകൾ കഴിക്കുന്നതിനും ഭേദം മറ്റേ ഇതിലിട്ട് പെട്ടെന്ന് കാണിക്കൊരു പെട്ടെന്ന് എഫക്റ്റ് ആവില്ലേ എന്ന് പറയുന്ന പോലെ ഒരേ സാധനം തന്നെയാണ്. പക്ഷേ അത് പല രീതിയിൽ പല രീതിയിലുള്ള മന്ത്രങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള, നമുക്ക് യോജിക്കുന്നതുമായിട്ടുള്ള യക്ഷിണി മന്ത്രങ്ങളെ കൊണ്ട് ഉപാസിച്ചാൽ വളരെ പെട്ടെന്ന് ഫലം കിട്ടും. അനുഗ്രഹത്തിനായിട്ട് തേടൂ. എന്തിനാ ഈ പേടിക്കാൻ പോണേ? അതൊരു കാര്യമാണ്. എന്തിനാ ഭയക്കുന്നല്ലേ? ഭയത്തിൻ്റെ ആവശ്യമില്ല. ഭരിക്കാനുള്ളതല്ല ഇതൊന്നും, ആരാധിക്കാനുള്ളതാണ്. ആരാധിക്കുകയോ സ്നേഹിക്കുകയോ എല്ലാത്തിനുള്ളതാണ്. നമ്മൾ ഈ ആളുകൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത് പച്ചയ്ക്ക് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം സാധിക്കാനാണ്.
ആണല്ലോ ഭൂരിപക്ഷം യക്ഷിയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ കഴിയുമോ? തീർച്ചയായിട്ടും. പാർവതി ആയതുകൊണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഗന്ധർവൻ ശിവനാണോ? ഗന്ധർവൻ ശിവനാണോ? ശൈവ വിഭൂതിയാണെന്ന് പറയുന്നത് ആണ്. അദ്ദേഹത്തിന്റെ മറ്റേ ഭൂതഗണങ്ങളിൽപ്പെട്ടതാണല്ലോ, ശിവാംശമാണ്. അപ്പോൾ ചില ക്ഷേത്രങ്ങളില്ലേ വളരെ ഇവിടെ നമ്മുടെ എറണാകുളത്തേക്ക് പോണ വഴിക്ക് നമ്മുടെ അരയങ്കാവില്ലേ, അരയങ്കാവിൽ നല്ല ഉഗ്ര ഭദ്രകാളിയാണ് അല്ലേ, പക്ഷെ അതിൻ്റെ പുറകിലൊരു യക്ഷിയുണ്ട്. ഭദ്രകാളിക്ക് വഴിപാടൊക്കെ കഴിച്ചിട്ട് അപ്പുറം കൂടെ പുറകിൽ പോയി ആ യക്ഷിക്ക് ഒരു പൂവമ്പഴം നേദിക്കാൻ പ്രത്യേകം ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ ഫലം പെട്ടെന്ന് കിട്ടും. അരയങ്കാവിലല്ലേ? ഞാൻ പറഞ്ഞത് നമ്മുടെ പലപ്പോഴും അങ്ങനെയല്ലേ, ഇപ്പോൾ ഒരു പിന്നെ മറ്റേ വില്ലേജ് ഓഫീസറെ കാണുന്നിട്ട് കാര്യങ്ങൾ സാധിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് കാണണ്ടെന്നല്ല, അതിനെ കണ്ട് വേണ്ടതൊക്കെ ചെയ്യാം. പക്ഷേ അവിടുത്തെ LDCയെ കൂടെ ഒന്ന് കണ്ടാൽ, LDC അല്ല, നമ്മുടെ അവിടുത്തെ മറ്റേ അറ്റൻഡർ ഉണ്ടല്ലോ, അവനാ ഇതൊക്കെ ചെയ്തു തരുന്നത്. അവന് വേണ്ട പോലെ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും എന്ന് പറയുന്ന പോലെ അങ്ങനെയൊക്കെയുള്ള ദേവതയെ മനസ്സിലാക്കാം. ഇപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇതിനെ ഒരു ഈ കളിയാക്കി പറഞ്ഞതല്ല, മനസ്സിലായി. നമ്മുടെ ആൾക്ക് മനസ്സിലായി. കാരണം യക്ഷി ഇതൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചൊവ്വയും വെള്ളിയും ഇങ്ങനെ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ട് വെള്ള സാരി ഉടുത്ത്. ചൊവ്വയും വെള്ളിക്ക് പ്രാധാന്യം എന്താ? എന്താ ഇത് മനസ്സിൽ കയറിയിരിക്കുന്ന സാധനമാണ്. വെള്ളിയാഴ്ച ശുക്രന്റെ ദിനം, ശുക്രന്റെ സ്വാധീനം കൂടുതലുള്ള, അതായത് അന്നത്തെ ദിവസത്തിന്റെ തുടക്കം ആ ശുക്രന്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ശുക്രവാരം അഥവാ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. മറ്റത് ചൊവ്വയുടെ കുജൻ്റെ കാലഹോരയിലാണ് ആ ദിവസം തുടങ്ങുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു കാലഹോരയിലാണോ, ആരുടെ കാലഹോരയിലാണോ ആ ദിവസം തുടങ്ങുന്നത്, ആ ഗ്രഹത്തിൻ്റെ സ്വാധീനം അന്ന് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഇത് രൂക്ഷഗ്രഹമാണ് ചൊവ്വ, അതുപോലെ തന്നെ ആഗ്നേയവുമാണ്. അതുപോലെ തന്നെ ശുക്രൻ എന്ന് പറയുന്നത് സർവത്തിൻ്റെയും ആകർഷണത്തിന് സാധിക്കുന്നതുമാണ്. ഇങ്ങനെയുള്ള ദിവസങ്ങൾക്കും കൂടെ കണ്ട പ്രത്യേകത കൂടെ കണ്ടുകൊണ്ട് പോവുകയാണെങ്കിൽ ഭദ്രകാളിക്ക് പ്രധാനമാണെന്ന് പറയും, ഗണപതിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ യക്ഷിക്കോ ഒക്കെ വളരെ പ്രാധാന്യമുണ്ട്, അന്നപൂർണേശ്വരിക്കോ. ഇതൊക്കെ പാർവതിയുടെ തന്നെ ഡിഫറെൻറ്റ് മാനിഫെസ്റ്റേഷൻ അന്നപൂർണേശ്വരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ യക്ഷി, അന്നപൂർണേശ്വരി, ഇവയൊക്കെ ഒക്കെ പൂജിക്കാൻ പറ്റിയ ദിവസമാണ് ഈ പറയുന്നത് ശുക്രവാരം. ഭയക്കാനുള്ള ദിവസമല്ല. അല്ലല്ല, ഇതൊക്കെ ഇവിടെ ഭയമില്ല. നമ്മുടെ സമ്പ്രദായത്തിൽ, നമ്മുടെ സനാതന ധർമ്മത്തിൽ ഭയക്കാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ ഒരു ശ്ലോകം പറഞ്ഞില്ലേ, എന്താണ്? ദേവിയെ പോലും വഴക്ക് പറഞ്ഞാണ് എഴുന്നേൽപ്പിക്കുന്നത്. ഉത്തിഷ്ഠപുരുഷി, എന്താ കിടന്നുറങ്ങണേ, എനിക്ക് നേരം വെളുത്തു. കിംസപുരുഷി, നീ എന്താ ഉറങ്ങണത്, ഉറങ്ങാൻ പറ്റില്ല, എങ്ങനെയും എന്നെ ഭയത്തിൽ നിന്ന് രക്ഷിച്ചേ മതിയാവുള്ളൂ എന്ന് ഭഗവതിയോട് ആജ്ഞാപിക്കുക ചെയ്യുന്നത്. ഭയമില്ല നമുക്ക്. ഭയത്തിൽ നിന്നുള്ള ത്രാണനത്താണ് എത്രയോ ശ്ലോകങ്ങൾ, ഒന്നും വേണ്ട, നമ്മുടെ ഇതിലൊക്കെ കാണാൻ വേണ്ടി, ദേവി മഹാത്മ്യത്തിലൊക്കെ കാണാൻ വേണ്ടി, ഭയേഭ്യസ്താഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തേ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഭയത്തിൽ നിന്നുള്ള ത്രാണനത്തിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയമാണ് ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ ഭയങ്ങളാണ് എനിക്ക് നീങ്ങിക്കിട്ടുന്നത്. അത് ഭയം പോയാൽ നമ്മൾ എന്തും ചെയ്യും. അതെ, എന്തും ചെയ്യുന്നല്ല, ഭയം പോകുന്നതോടുകൂടി എനിക്ക് ജ്ഞാനമുണ്ടാകും. ഈ ജ്ഞാനമുണ്ടാകുന്നതോടുകൂടി ഞാൻ എന്നെ അറിയുന്നു, ഞാൻ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നു. അവിടെ ആനന്ദം അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ആ ഒരു അവസ്ഥയിലേക്ക് എത്ര എൻ്റെ ഭയങ്ങൾ പോകണം. കാര്യര് തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു മലബാരി സമ്പ്രദായത്തിലുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ 10 ദിവ്യന്മാരുടെ തല ഹോമിച്ചാൽ എനിക്ക് ചക്രവർത്തിയാകാം. ഇപ്പോൾ 9 പേരുടെ കിട്ടിയിട്ടുണ്ട്, എനിക്ക് അങ്ങേപോലെ ദിവ്യനായിട്ടുള്ളൊരു മഹർഷിയുടെ തലകൂടെ കിട്ടിയാൽ അതെനിക്ക് പൂർത്തീകരിക്കാമായിരുന്നു. ശങ്കരാചാര്യ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത്രയേ ഉള്ളൂ, അദ്ദേഹത്തിന് ഭയമില്ല. ആ തല പോയി എന്ന് വിചാരിച്ച് എന്നിലുള്ള ശങ്കരൻ ആത്മന്യ എന്താണ് മറ്റേ ശിവൻ ചോദിച്ച പോലെ, ശിവൻ വേഷം മാറി വന്ന അദ്ദേഹത്തോട് ചോദിച്ചില്ലേ, എന്താണ് മാറേണ്ടത്, ശരീരം മാറണമെന്നാണോ ആത്മാവ് മാറണമെന്നാണോ? അതെ എന്നൊക്കെയുള്ള അദ്ദേഹത്തിന് ആ ബോധം വന്നയാളാണ്. അതുകൊണ്ട് തല പോയി വലിയ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ആയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ആ ഒരു അവസ്ഥ എത്തിയാൽ നമുക്ക് ഒന്നിനോടും ഭയമില്ലാത്ത അവസ്ഥ എത്തുമ്പോഴാണ് ഈ പറയുന്ന ജ്ഞാനം ഉണ്ടാകുന്നത്. ആ ആനന്ദം എന്ന് പറയുന്ന, നിത്യാനന്ദം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാൻ. ഇതൊക്കെ നമുക്ക് പ്രസംഗിക്കാനേ പറ്റുള്ളൂ. വളരെ ജന്മങ്ങളെ കൊണ്ട് നേടേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. പക്ഷേ എങ്കിലും ഈ ഒരു എന്താ പറയണ്ടേ, നമ്മുടെ സമീപനം അഥവാ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ ഇത് എങ്കിലും സാധിക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളിൽ നമുക്ക്
വിമോചനം ഉണ്ടെന്നറിയാം. നമുക്ക് ആരോടാണ് വിരോധം ഉണ്ടാവുക? ഏത് സെക്റ്റിനോടാണ്? ഒന്നിനോടും നമുക്ക് വിരോധത്തിൻ്റെ കാര്യമില്ല. നമുക്ക് എല്ലാവരും സ്വീകരിക്കാം. എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും നമുക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും സ്ഥലത്തെയും മതത്തെയും ഒക്കെയും നമുക്ക് സ്വീകാര്യമാകുന്നത് അതുകൊണ്ടാണ്. ഏതായാലും ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർ, യക്ഷിയെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം മാത്രമല്ല, നിങ്ങളുടെ സങ്കല്പവും തിരുമേനി പൊളിച്ചെഴുതി. ഏതായാലും ഒരു വല്ലാത്തൊരു അറിവ് കിട്ടുന്ന ഒരു എപ്പിസോഡായിപ്പോയി കേട്ടോ. അതിന് ഞാൻ പ്രേക്ഷകരുടെ പേരിൽ അങ്ങോട്ട് നന്ദി പറയുകയാണ്.